ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം എൻഡാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അത് ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണിത്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു കാര്യത്തിന് കൂടുതൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല സൗഹൃദങ്ങളെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണിത്. ഏറ്റവും വിഷമകരമായ അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് ഒരു സൗഹൃദം വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ ഹീല് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അത് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളെ ഇപ്പോൾ ആരെങ്കിലും നെഗറ്റീവായിട്ട് കാണുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ കളിയാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിന്നുമൊക്കെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു പെയിൻ നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഔട്ട് ആകാനുള്ളൊരു സമയമായി എന്നുള്ളതാണ്. നിങ്ങളിപ്പം ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനുള്ള സമയം നിങ്ങൾക്കായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ മാറ്റം വരുത്തേണ്ട ഒരു സമയമാണിത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ട്രാൻസ്ഫർമേഷനാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലായിരിക്കാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയ വഴിത്തിരിവ് സംഭവിക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എന്തൊക്കെയാണ് മാറ്റേണ്ടിയത് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സോളിനൊരു ഉണർവ് ലഭിക്കുന്നതാവാം. മാത്രമല്ല സ്പിരിച്വലി ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആകുന്നൊരു സമയമാണ്.
ശരിതെറ്റുകളെക്കുറിച്ചുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഫുൾ കാർഡാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ കാര്യത്തിന് നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിവിടെ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടെ ലവേഴ്സ് കാർഡും അതുപോലെ 2 ഓഫ് കപ്സിൻ്റെയും ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്കൊരു യൂണിയൻ്റെ സമയമാണ്. അതായത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വേർപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ആൾ തന്നെയാണ്. ചില ആൾക്കാർക്ക് ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറെ, അതായത് നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ആയി പോയ ഒരാൾ നിങ്ങളിലെ സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു സമയം കൂടിയാണിത്. മറ്റു ചിലർക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് പുറത്തു പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നൊരു സമയമാണ്. കാരണം ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ പുറത്തു പോയി, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആയിരിക്കാം, അത്തരത്തിൽ പുറത്തേക്കൊക്കെ പോയി സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഫ്ലവറിംഗ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു വീട് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതാകാം, അതുമല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതാവാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വന്നെത്തി ജീവിതത്തിലൊരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അനുഗ്രഹങ്ങളൊന്നും വരാത്തത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ യഥാർത്ഥത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അമിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് പാസ്റ്റിലെ ഓർമ്മകളിലായിരിക്കും ഒരുപക്ഷെ ജീവിക്കുന്നത്. അതിനാൽ തന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ലൈഫിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ല ആരോഗ്യം നൽകിയതിന്, നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിനെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരം അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും പുതിയ തീരുമാനമെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലതിലും വിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ സമയമായി എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണിത്. ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലർക്കിത് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പുമായിട്ട് ആരെങ്കിലും നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഓഫറുമായിട്ട് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്ലോയിങ് ഡൗൺ ആണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റെസ്റ്റ് ഇല്ലാതെ പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്ന ആളുകൾ ഒന്ന് സ്ലോ ഡൗൺ ആകുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഓട്ടപ്പാച്ചിലാകാം. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് റെസ്റ്റ് എടുക്കാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ
ഒരു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ബ്രേക്ക് എടുത്ത് നിങ്ങളൊന്ന് വിശ്രമിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ക്രിയേറ്ററാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു സമയമാണിത്. അതായത് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഓരോ തിരിച്ചറിവുകളാണ് നൽകുന്നതെന്നും, അല്ലെങ്കിൽ അത് ദൈവത്തോട് അടുക്കാനുള്ളൊരു ടൂള് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ സോളിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സോളിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് സമാധാനം, സന്തോഷം ഇവയൊക്കെയാണ്. പക്ഷേ സോളിൻ്റേതല്ലാത്ത ഗുണങ്ങളും വഹിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നടക്കുന്നത്. നമുക്ക് ദേഷ്യവും നിരാശയും ദുഃഖവും ഒക്കെ തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതൊന്നും നമ്മുടെ സോളിൻ്റെ ഗുണങ്ങളല്ല. അപ്പോൾ നമ്മുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളിലെ നിരാശയും ദുഃഖവും ഒക്കെ അകന്നു പോകാനായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.